ഐസൻ ജോസിലേക്ക്. ഐസൻ, കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നുണ്ടോ? തീർച്ചയായും ഇപ്പോൾ കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാട്രിക്സിന്റെ ഫലങ്ങൾ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ ന്യൂസ് 18ന്റെ ഫലങ്ങൾ വന്നിരിക്കുന്നു. ഇതിലെല്ലാം തന്നെ മഹാരാഷ്ട്ര കൃത്യമായ ഭൂരിപക്ഷം നേടി BJP കൈയടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് 18ന്റെ സർവേയിൽ വരുന്ന 154 സീറ്റുകളാണ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 145 എന്ന ഭൂരിപക്ഷത്തിൽ നിന്നും കൂടുതൽ 109 സീറ്റുകളോളം കൂടുതലുള്ള ഒരു സുരക്ഷിതമായ രീതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ള തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ ന്യൂസ് 18ന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മറ്റൊരു മാട്രിക്സ് സർവേയിൽ വന്നത് അത് വലിയൊരു സംഖ്യയാണ്, 170-ലേറെ സീറ്റുകൾ നേടുമെന്ന ഒരു കണക്കുകളും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായി വരുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോഴെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാരാഷ്ട്ര ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് തന്നെ BJP കൊണ്ടുപോകുന്നു എന്നാണ്. BJPയുടെ മഹായുതി സഖ്യം അത് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളിൽ നിന്നെല്ലാം തന്നെ നേരത്തെ AVPയുടെ ഫലമാകട്ടെ, റിപ്പബ്ലിക്കിന്റെ ഫലമാകട്ടെ, ഇപ്പോൾ ന്യൂസ് 18ന്റെയും മാട്രിക്സിന്റെയും ഫലം വരുമ്പോൾ കൃത്യമായ ഒരു എഡ്ജ് മഹാരാഷ്ട്രയിൽ BJP സഖ്യത്തിനുണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ യുവരാജ് പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് വർക്കിന്റെ, അതായത് പിഴവുകൾ അടച്ച് വോട്ട് ചോരാനുള്ള സാധ്യതകൾ ഒന്നൊന്നായി അടച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ ശൈലി വളരെ കൃത്യമായി പിന്തുടരുന്ന ഒരു സാഹചര്യം വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം തന്നെ. മാത്രമല്ല വളരെ കൃത്യമായി പല കാര്യങ്ങളും എടുത്തു പറയാൻ സാധിച്ചു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ് ശിവസേനയുടെ സ്ഥാപകൻ കൂടിയായ ബാൽ താക്കറെ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്നും ഘടകവിരുദ്ധമായി ചിന്തിക്കുന്ന ചില വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ചില നീക്കങ്ങളുടെ ഭാഗമായി അവർ കോൺഗ്രസിലേക്ക് ഒരു വിഭാഗം മാറി എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ ശിവസേനയല്ല എന്ന് തന്നെ വളരെ കൃത്യമായി പറയാൻ സാധിച്ചു BJPക്ക്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത, അതായത് കൃത്യമായി ഏതാണോ ആശയത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിയോട് അല്ലെങ്കിൽ ആ വിഭാഗത്തോട് ഒരു വിധേയത്വം അല്ലെങ്കിൽ ഒരു ലോയൽറ്റി കാണിക്കാൻ സ്വാഭാവികമായും ജനങ്ങൾക്കായി എന്ന് തന്നെയാണ് ഈ ലക്കിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. AVPയുടെ ഫലമായാലും 150 മുതൽ 170 സീറ്റുകൾ വരെ നേടും. കോൺഗ്രസ് 110 മുതൽ 130 വരെ നേടുമെന്ന AVPയുടെ സർവേ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാവുന്നതാണ്. അത്തരത്തിൽ കൂടുതൽ എക്സിറ്റ് പോളുകളുടെ ഫലം വരുന്നതിനനുസരിച്ച് മഹായുതി സഖ്യത്തിന് ഒരു കൃത്യമായ മുന്നേറ്റം, അതായത് മഹാരാഷ്ട്ര ഇനി BJPയുടെ സഖ്യം ഭരിക്കുമെന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നെല്ലാം തന്നെ വരുന്നത്. കൃഷ്ണരാജ്. ABP ന്യൂസ് പറയുന്നു 150 മുതൽ 170 വരെ സീറ്റുകൾ NDA സഖ്യം നേടുമെന്ന്. പീപ്പിൾസ് പൾസ് പറയുന്നു 195 വരെ, 170 മുതൽ 195 വരെ. ന്യൂസ് 18 പറയുന്നു 157 സീറ്റുകൾ BJP NDA സഖ്യം നേടുമെന്ന്. ഏതായാലും BJPക്ക് വലിയ പ്രതീക്ഷ പകരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വരുന്നത്.